അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് അറബിക് ഡിഷായ റിഗാദ് തരീദ് എന്നൊക്കെ പറയും ഇതിനെ. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ ഈസിയാണ്, അത്രയ്ക്ക് തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണിത്. അപ്പോൾ കുറേ വെജിറ്റബിൾസ് ഒക്കെ ചേർത്തിട്ട് മീറ്റിൽ ഞാനിപ്പോൾ ഇവിടെ മട്ടൻ്റെ മീറ്റാണ് എടുത്തിട്ടുള്ളത്. ചിക്കനും എടുക്കാം, പിന്നെ ബീഫും എടുക്കാം, ഏത് മീറ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ മട്ടനിലാകുമ്പോൾ കുറച്ച് ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ ഞാൻ മട്ടനിലാണ് ഇത് ചെയ്തെടുക്കുന്നുള്ളത്. വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യണം. വെജിറ്റബിൾസ് നമുക്ക് പിന്നെ ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും എടുക്കാം. പിന്നെ വലിയ വലിയ പീസാക്കിയിട്ടാണ് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല ചുവട് കട്ടിയില്ല നല്ല വലിയ പാത്രം വേണം. കാരണം വെജിറ്റബിൾസും മട്ടനും ഒക്കെ നമ്മൾ ഒരുമിച്ച് ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നുള്ളത്. അപ്പം വലിയ പാത്രവും ചുവട് കട്ടിയില്ല പാത്രം എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ ശ്രദ്ധിക്കണം. ഇതാ പിന്നെ പാത്രം വെച്ച് പാത്രം നല്ല ചൂടായി വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒലീവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അറബിക് ഡിഷ് ആയതുകൊണ്ട് ആണ് ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യണ്ട, ഒരു സ്മെല്ലുണ്ടാവും. ഇനിയിപ്പോൾ ഇതാ പിന്നെ എണ്ണ ചൂടായി വന്ന് ഉള്ളി ഇട്ട് കൊടുത്ത് ഇവിടെ ഞാൻ 2 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. നല്ല വലിയ 2 ഉള്ളിയാണ്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. 3 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഉപ്പിട്ട് കൊടുക്കാം. തക്കാളി ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 4 പച്ചമുളക്, പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളിയാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂണ് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരക പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടിയാണ്. ഇത് അറബിക് മസാലയാണ്. ഒരു 2 സ്പൂണ് അറബിക് മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് മീറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അറബിക് മസാല ഇല്ലാത്തവർ ഒരു 4 ഏലക്ക, ഒരു പട്ട, പിന്നെ ഒരു ജാതിപത്രിയും, പിന്നെ ഒരു ക്ലോസ് അതും കൂടി ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ അറബിക് മസാലയിലെല്ലാം ഉണ്ടായതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്യുന്നതാണ്. ഇല്ലെങ്കിൽ മസാലൻ്റെ കുത്തിങ്ങനെ വരും. മസാലന്റെ പച്ചമണമൊക്കെ മാറി. അപ്പൊ ഞാൻ ആദ്യം മീറ്റ് ഒന്ന് വേവിച്ചെടുക്കാൻ ചെയ്യുന്നത്. മട്ടൻ ആയതുകൊണ്ട് കുറച്ച് ടൈം ഉണ്ടാവും വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ മട്ടന് ഏകദേശം ഒരു ഹാഫ് വേവാവുന്നത് വരെ ഇത് കുക്കർ അടച്ചു വെക്കാം. അതിന് ശേഷം വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം പിന്നെ മട്ടൻ്റെയും വെജിറ്റബിൾസിൻ്റെയൊക്കെ വേവ് ഒരുപോലെ ആവും. ഇതിലേക്ക് മട്ടന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മട്ടൻ വേവാനുള്ള വെള്ളമാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് 2 ഉണക്ക നാരങ്ങയും കൂടി ചേർത്ത് കൊടുത്ത് പിന്നെ ക്ലോസ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അത് നോക്കിയിട്ടൊക്കെ ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഇത് മട്ടൻ വേവിക്കുകയാണ് ചെയ്യുന്നത്. മട്ടൻ വേവാൻ വെച്ചിട്ടുണ്ട്. ഇനി ആ സമയത്ത് വെന്ത് കിട്ടുന്ന സമയത്തേക്ക് ഞാനിതാ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യാൻ ചെയ്യുന്നത്. വെജിറ്റബിൾസ് എല്ലാം നല്ല വലിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഒരു ക്യാരറ്റൊക്കെ ഒരു 4 പീസാക്കിയാൽ മതി. ഇങ്ങനെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നുള്ളത്. നല്ല വലിയ വലിയ പീസാണ് ചെയ്യേണ്ടത്. ബ്രിഞ്ചാള്
അപ്പോൾ ഇതാ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത്, അപ്പം മട്ടന് ഒരു ഹാഫ് വേവായിട്ടുണ്ട്. ഇതിൻ്റെ ഇപ്പം ഹാഫല്ല, കുറച്ച് ഒരു മുക്കാലോളം വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ വെജിറ്റബിൾസും കൂടി ഇട്ടിട്ട് വേവിക്കാനാണ്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. വെജിറ്റബിൾസ് ഒന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ടുള്ള വെള്ളമാണ്. പിന്നെ ഉപ്പും ഈ സമയത്ത് ഉപ്പും ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതാ കറി റെഡിയായി. ഇങ്ങനെ ഇട്ടമ്മ കറിയുള്ളത്. ഇത് റിഗാവ് റൊട്ടിയാണ്. പിന്നെ ഈ റൊട്ടി ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇതില്ലാത്തവർ ചപ്പാത്തി വെച്ച് ചെയ്താലും മതി. ഇനിയിപ്പോൾ ഈ റൊട്ടി ഇങ്ങനെ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ട് കറി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് കഴിക്കലാണ്. ഭയങ്കര ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നോമ്പിൻ്റെ സമയത്തെല്ലാം അറബികളെല്ലാം ഒരുപാട് ഉണ്ടാക്കുന്ന ഐറ്റമാണ്. പിന്നെ ഇത് നമ്മുടെ നബിക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ഫുഡ്. തരീദ് റിഗ എന്നാണ് ഇതിനെ പറയൽ. പിന്നെ ഹെൽത്തിനും എല്ലാത്തിനും നല്ലതാണിത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഈ കറി ഇങ്ങനെ ഒഴിക്കലാണ്. ഇത് കറി കുറച്ച് പിന്നെ തിക്കിൽ വേണമെങ്കിൽ കുറച്ച് സമയം ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. പിന്നെ ഇത് നല്ല കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ലൂസാക്കിയിട്ട് ചെയ്തത്. നമ്മുടെ ഹെൽത്തിന് നല്ല ഉപകാരപ്പെടുന്ന നല്ല അടിപൊളി ഡിഷാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് അറിയിക്കാം. എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഒന്ന് കഴിച്ചു നോക്കണം. വെജിറ്റബിൾസ് ഒന്നും ഇഷ്ടമില്ലാത്ത കുട്ടികൾ വരെ ഇരുന്ന് വെജിറ്റബിൾസ് ഒക്കെ എടുത്ത് കഴിക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ്. നമുക്ക് ഇഷ്ടമുള്ള എല്ലാ വെജിറ്റബിൾസും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ഒലീവ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റ് ഉണ്ടാകും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റിഗ റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും, ബൈ ബൈ.